സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സംസാരിച്ച സമയങ്ങളത് ക്ലാസ്സിലേക്ക് തന്നെ കടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചേരുംപടി ചേർക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് IPCയുടെ 4 സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സെക്ഷൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള 4 ഓപ്ഷൻസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ചേരുംപടി ചേർക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, നിങ്ങളെ കൊണ്ട് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യം നമുക്ക് നോക്കാം IPC സെക്ഷൻ 319 എന്താണ് പറയുന്നത്. IPC സെക്ഷൻ 319 പറയുന്നത് ദേഹോപദ്രവത്തെക്കുറിച്ചാണ് അല്ലേ. ദേഹോപദ്രവത്തെക്കുറിച്ചാണ് IPC സെക്ഷൻ 319 പറയുന്നത്. എന്നാൽ IPC സെക്ഷൻ 320 എന്താണ് പറയുന്നത്. IPC സെക്ഷൻ 320 പറയുന്നത് കഠിനമായ ദേഹോപദ്രവമാണ് IPC സെക്ഷൻ 320 പറയുന്നത്. എന്നാൽ എന്താണ് IPC സെക്ഷൻ 321 പറയുന്ന കാര്യം എന്താണ്. IPC സെക്ഷൻ 321 പറയുന്നത് എന്താണ്, സ്വമേധയായുള്ള ദേഹോപദ്രവമാണ് അല്ലേ. സ്വമേധയായുള്ള ദേഹോപദ്രവമാണ് IPC സെക്ഷൻ 321 പറയുന്നത്. എന്നാൽ 322 പറയുന്നത് എന്താണ്, സ്വമേധയായുള്ള കഠിനമായ ദേഹോപദ്രവമാണ് എന്ത്, IPC സെക്ഷൻ 322. ഓക്കെ, അപ്പോൾ 19 പറയുന്നത് ദേഹോപദ്രവമാണ്, 320 പറയുന്നത് കഠിനമായ ദേഹോപദ്രവം, 321 പറയുന്നത് സ്വമേധയായുള്ള ദേഹോപദ്രവം, 322 പറയുന്നത് സ്വമേധയായുള്ള കഠിനമായ ദേഹോപദ്രവം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് ഇതിനകത്ത് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ സംശയമൊന്നും ഇല്ലയെന്ന് തന്നെ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ 2-ാം വകുപ്പും പട്ടികകളും നിർത്തലാക്കാൻ കാരണമായ നിയമം ഏതാണ് എന്നാണ് ചോദ്യം. ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ 2-ാം വകുപ്പും പട്ടികകളും നിർത്തലാക്കാൻ കാരണമായ നിയമം ഏതെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാവും, എന്താണ്, റിപ്പീലിംഗ് ആക്റ്റാണ് സംഭവം എന്ന് മനസ്സിലാവും. പക്ഷേ റിപ്പീലിംഗ് ആക്ട് ഏത് വർഷമാണെന്നാണ് ഇതിനകത്ത് വ്യക്തമായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. റിപ്പീലിംഗ് ആക്ട് 1938 ആണ് കേട്ടോ. അപ്പോൾ 1938 റിപ്പീലിംഗ് ആക്ട് പ്രകാരമാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ 2-ാമത്തെ വകുപ്പും പട്ടികകളും നിർത്തലാക്കാൻ കാരണമായത്. ഓക്കെ അല്ലേ, അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, നമുക്കടുത്ത് 3-ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒരു കുറ്റം സംഭവിച്ചാൽ കുറ്റാരോപിതന് ശിക്ഷ നൽകുന്നതിന് മുമ്പ് നിരപരാധിത്വം തെളിയിക്കാനായിട്ട് അവസരം നൽകുന്നതാണെന്ന് IPCയിലെ പൊതുവായ ഒഴിവാക്കലുകൾ എന്ന ചാപ്റ്റർ പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഉൾക്കൊള്ളുന്ന വകുപ്പ് ഏതെല്ലാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് പറയേണ്ട വേറൊന്നുമല്ല, IPC സെക്ഷൻ നമ്മുടെ പൊതുവായ ഒഴിവാക്കലുകൾ എന്താണെന്നാണ് ഇതിനകത്തൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. അതാദ്യം ശ്രദ്ധിക്കുക. ഒരു കുറ്റം സംഭവിച്ചാൽ കുറ്റാരോപിതന് ശിക്ഷ നൽകുന്നതിന് മുൻപ് നിരപരാധിത്വം തെളിയിക്കാനായിട്ടുള്ള അവസരം നൽകുന്നതാണ് IPCയിലെ പൊതുവായ ഒഴിവാക്കലുകൾ. എന്നാൽ ഈ പൊതുവായ ഒഴിവാക്കലുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വകുപ്പുകൾ ഏതൊക്കെയെന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. IPC സെക്ഷൻ 76 മുതൽ 106 വരെയാണ്. ഓക്കെ, 76 മുതൽ 106 വരെയാണ് എന്ത്, പൊതുവായ ഒഴിവാക്കലുകളാണ് IPC സെക്ഷൻ 76 മുതൽ 106 വരെ. ഓക്കെ അല്ലേ, സംശയമൊന്നുമില്ലല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. IPC സെക്ഷൻ 326A കൂട്ടിച്ചേർക്കാൻ ആസ്പദമാക്കിയ കേസ് ഏതെന്നാണ് ചോദ്യം. എന്താണ്, IPC സെക്ഷൻ 376A കൂട്ടിച്ചേർക്കാനായിട്ട് കാരണമായ കേസ് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഏതാണ്. ഓക്കെ, നിങ്ങളെ കൊണ്ട് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് ഉത്തരത്തിലേക്ക് തന്നെ കിടക്കാം. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ലക്ഷ്മി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസാണ് കേട്ടോ. അപ്പോൾ IPC സെക്ഷൻ 326A കൂട്ടിച്ചേർക്കാനായിട്ട് ആസ്പദമാക്കിയ കേസ് ഏതാണ്, ലക്ഷ്മി വേഴ്സസ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, യൂണിയൻ ഓഫ് ഇന്ത്യ കേസാണ്. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ IPC സെക്ഷൻ 326 കൂട്ടിച്ചേർക്കാൻ ആസ്പദമാക്കിയ കേസ് എന്താണ്, ലക്ഷ്മി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസാണ്. ഓക്കെ അല്ലേ. നമുക്കടുത്ത 5-ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് വിവരം ലഭ്യമാക്കുന്നത് തടയുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അധികാരത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പ് ഏതാണ്. ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് വിവരങ്ങൾ തടയുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ അധികാരത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പ് ഏതാണ് നമ്മുടെ 5-ാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങൾ കൊണ്ട് ശരി ഉത്തരം എഴുതാനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 69A ആണ്. ഈ 69A പ്രകാരമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചൈനീസ് ആപ്പുകളൊക്കെ ബാൻ ചെയ്തത് ഈ 69A പ്രകാരമാണെന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് തടയുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അധികാരത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പാണ് 69A എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത 6-ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതാണ് എന്നാണ് ചോദ്യം. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ ശിക്ഷയെ പറ്റിയുള്ള അല്ലെങ്കിൽ കേരള പോലീസ് ആക്ടിലെ വകുപ്പ് ഏതാണ് നമ്മുടെ ചോദ്യം ഏതാണ്.
പോയതാണ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചു. ശരി ഉത്തരം കിട്ടിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. കേരള പോലീസ് ആക്ട് 119 കേട്ടോ. അപ്പോൾ കേരള പോലീസ് ആക്ട് 119 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതാണ്? കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 119 അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് 7ാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം. 7ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് NDPS ആക്ടിനെ കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതെന്നാണ്. ഓക്കെ, അപ്പോൾ NDPS ആക്ടിനെ കുറിച്ച് 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, നമുക്ക് ഓരോ പ്രസ്താവനയായിട്ട് വായിച്ചു നോക്കിയാലോ. NDPS ആക്ട് 3 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. ശരിയാണോ? അതെ, ശരിയാണല്ലേ. അപ്പോൾ NDPS ആക്ട് 3 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. മരണശിക്ഷയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് 31 ഇതിനകത്ത് പറയുന്നത്. അത് ശരിയാണോ? ഒരിക്കലും അല്ലേ അല്ലേ. അപ്പോൾ NDPS ആക്ടിൽ മരണശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 31 അല്ല. ഏത് വകുപ്പാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് കമൻറ്റിലൂടെ അറിയിച്ചു തരിക. ഓക്കെ, അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞത് ശരിയാവത്തില്ലല്ലോ. അപ്പോൾ മരണശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന NDPS ആക്ടിലെ വകുപ്പ് ഏതാണെന്ന് എനിക്ക് പറഞ്ഞു തരിക. ഓപ്ഷൻ സി എന്താണ്? വകുപ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത് 83 പറയുന്നുണ്ട്. അത് ശരി തന്നെയാണ്. ബില്ല് അംഗീകരിച്ചത് ഗ്യാനി സെയിൽ സിംഗ് ആണ്. അതും വളരെ ശരി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് തെറ്റായിട്ട് പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ. അത് ഏതാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്കൊന്ന് പറഞ്ഞു തരിക. ഓക്കെ, അപ്പോൾ മരണശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന NDPS ആക്ടിലെ വകുപ്പ് ഏതാണെന്ന് തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതിനകത്തുള്ള ശരി ഉത്തരങ്ങൾ ഏതൊക്കെയാണ്? NDPS ആക്ട് 3 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. വകുപ്പുകളുടെ എണ്ണം 83. ബില്ല് അംഗീകരിച്ചത് ഗ്യാനി സെയിൽ സിംഗ് ആണ്. സംശയമില്ലല്ലോ. ഓക്കെ, നമുക്കടുത്ത് 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്ത് ചെയ്യുക, നമുക്ക് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കാം. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്തി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതിനകത്ത് കണ്ടല്ലോ 4 ഓപ്ഷൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് കടന്നാലോ. ഉത്തരവെന്ന് പറയുന്നത് 1971 കാര്യമാണ് പറയുന്നത്. 1971 എന്താണ് സംഭവിക്കുന്നത്? ഗർഭഛിദ്ര നിരോധന നിയമം വരുന്നത് 1971. എന്നാൽ 1948 എന്താണ് സംഭവം? 1948 ഫാക്ടറീസ് ആക്ട് വരുന്നത് 1948. 1948 ഫാക്ടറീസ് ആക്ട് നിലവിൽ വരുന്നത്. അപ്പം മൂന്നാമത്തെ എന്താണ്? 1929 വരുന്ന ഏതാണ്? ശാരദ ആക്ടാണ് കേട്ടോ. ശാരദ ആക്ട് വരുന്നത് 1929. ലാസ്റ്റ് വരുന്നത് 2003 എന്ന് പറയുന്നത് എന്താണ്? ഗോവ ചിൽഡ്രൻസ് ആക്ടാണ്. സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നോക്കാം. 1971 ഗർഭഛിദ്ര നിരോധന നിയമം വരുന്നു. 1948 ഫാക്ടറീസ് ആക്ട് നിലവിൽ വരുന്നു. 1929 എന്താണ് വരുന്നത്? ശാരദ ആക്റ്റാണ്. 2003 വരുന്നത് ഗോവ ചിൽഡ്രൻസ് ആക്ടാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? 9ാമത്തെ ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനയിൽ IT ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ശരി ഉത്തരം എന്ന് നോക്കാം. സെക്ഷൻ 72 സ്വകാര്യതയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നതിനെതിരെയുള്ള നിയമമാണ്. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ശിക്ഷ 2 വർഷം തടവോ അല്ലെങ്കിൽ 1,00,000 രൂപ പിഴയോ ഇല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ആണെന്നാണ് 9ാമത്തെ ചോദ്യം. ഓക്കെ, ഇതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഉത്തരം എന്താണ്? 1ഉം 2ഉം ശരി തന്നെയാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്ഷൻ 72 പറയുന്നത് എന്താണ്? സ്വകാര്യതയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നതിനെതിരെയുള്ള നിയമമാണ് 72. 2 എന്ന് പറയുന്നത് എന്താണ്? ശിക്ഷ 2 വർഷം തടവോ ഇല്ലെങ്കിൽ 1,00,000 രൂപ പിഴയോ ഇല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ഒരുമിച്ചോ എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ഇത് രണ്ടും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. ഓക്കെ, സൗണ്ടിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം 2 ദിവസം കൊണ്ട് നല്ല തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, നമുക്കടുത്ത 10ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. മൂന്നാം കക്ഷിയെ സംബന്ധിക്കുന്ന വിവരങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തലിനെക്കുറിച്ചും പ്രതിപാദിക്കുന്ന RTIയിലെ സെക്ഷൻ ഏതാണ്? എന്താണ് ചോദ്യം? മൂന്നാം കക്ഷിയെ സംബന്ധിക്കുന്ന വിവരങ്ങളുടെ വെളിപ്പെടുത്തലിനെക്കുറിച്ചുള്ള പ്രതിപാദിക്കുന്ന RTIയിലെ സെക്ഷൻ ഏതാണ് നമ്മുടെ 10ാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. സെക്ഷൻ 11 കേട്ടോ. അപ്പോൾ സെക്ഷൻ 11 മൂന്നാം കക്ഷിയെ സംബന്ധിക്കുന്ന വിവരങ്ങളുടെ വെളിപ്പെടുത്തലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന RTI ഏതാണ്? അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലെ സെക്ഷൻ ഏതാണ്? അത് സെക്ഷൻ 11. ഓക്കെ അല്ലേ? നമുക്കടുത്ത് 11ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. CRPCയുമായി ബന്ധപ്പെടുത്തിയിട്ട് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സിമ്പിളായിട്ട് കണ്ടെത്താൻ കഴിയുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. CRPCയിൽ സെക്ഷൻ 2H അന്വേഷണമാണോ? അത് അന്വേഷണം തന്നെയാണ്.
2N എന്ന് പറയുന്നത് എന്താണ്? കുറ്റമാണോ? അതെ, കുറ്റം തന്നെയാണ്. സെക്ഷൻ 2W എന്നാണ് സമൻസ് കേസുകളാണ്, നമ്മൾ ഇന്നലെ ഇത് പറഞ്ഞതാണ്. എന്നാൽ 2X എന്താണ്? ഇതിനകത്ത് നോൺ കോഗ്നിസിബിൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. നോൺ കോഗ്നിസിബിൾ ആണോ? അല്ല. 2X എന്ന് പറയുന്നത് വാറണ്ട് കേസുകളാണ് കേട്ടോ. അപ്പോൾ 2H അന്വേഷണമാണ്. 2N എന്ന് പറയുന്നത് കുറ്റമാണ്. അടുത്ത 2W എന്ന് പറയുന്നത് സമൻസ് കേസുകളാണ്. 2X എന്ന് പറയുന്നത് വാറണ്ട് കേസുകളാണ്. ഓക്കെ അല്ലേ? അടുത്ത നമുക്ക് 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. CRPC സെക്ഷൻ 42 എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ CRPCയിലെ സെക്ഷൻ 43 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നതെന്നാണ് നമ്മുടെ 12ാമത്തെ ചോദ്യം. ഇതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശരി ഉത്തരത്തിലേക്ക് നമുക്ക് കടന്നാലോ? ഓക്കെ, നമുക്ക് ഉത്തരത്തിലേക്ക് തന്നെ കിടക്കാം. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റും അതിൻ്റെ നടപടിക്രമവും ആണ് എന്ത് ചെയ്യുന്നത്? സെക്ഷൻ 43 പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പോൾ CRPCയിൽ സെക്ഷൻ 43 എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? സ്വകാര്യ വ്യക്തിയായുള്ള അറസ്റ്റും അതിൻ്റെ നടപടിക്രമങ്ങളും. സ്വകാര്യ വ്യക്തിയായുള്ള അറസ്റ്റും അതിൻ്റെ നടപടിക്രമങ്ങളെയും കുറിച്ച് പറയുന്നതാണ് CRPCയിലെ 43 എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ 13ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. സാക്ഷികളെ വിസ്തരിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള CRPC സെക്ഷൻ ഏതാണ്? സാക്ഷികളെ വിസ്തരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട CRPC സെക്ഷൻ എന്നാണ് നമ്മുടെ 13ാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. ഉത്തരം കണ്ടെത്തിയെന്ന് വിശ്വസിക്കുന്നു. ഉത്തരത്തിലേക്ക് കടക്കുകയാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 161 കേട്ടോ. അപ്പോൾ സാക്ഷി വിസ്താരവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള CRPCയിലെ സെക്ഷൻ ഏതാണ്? 161ാമത്തെ CRPC ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് സിവിൽ പോലീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ക്ലാസ് ഫലപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക. മാത്രമല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടി ചെയ്യുക. അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു ക്ലാസ്സും വീഡിയോ ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.